അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വളരെ ആശ്വാസജനകമായ യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്തത്വമാണ്. 12 ശിഷ്യന്മാർ, അവർ ദരിദ്രന്മാരായിരുന്നു. എന്നിട്ടും അവർ പറയുന്നത്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു എന്ന്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനൊരു പ്രതിഫലത്തിന് വേണ്ടിയായിരിക്കുമല്ലോ. പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു കാര്യവും ആരും ചെയ്യുന്നില്ല. പത്രോസാണ് യേശുവിനോട് ഈ ചോദിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ മറുപടി, യേശു അവനോട് പറഞ്ഞത്, നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ഒരു കാര്യം ഇവിടെ ഉറപ്പാക്കി കർത്താവ്, ഇപ്പോഴത്തെ ജീവിതം മരണം കൊണ്ട് അവസാനിച്ചിട്ട് വീണ്ടും മനുഷ്യനായി തന്നെ ഒരു ജന്മം ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. പുനർജന്മത്തിൽ ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ഈ സമയം ഏതായാലും സിംഹാസനം അധികാരമൊന്നും കിട്ടുകയില്ല എന്നവർക്ക് നല്ല ബോധ്യമാണ്. എല്ലാം കൈവിട്ടു പോയെന്നുള്ള ചിന്തയിലാണ് ഈ ചോദ്യം. അപ്പോൾ കർത്താവ് പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു രാജാവായി വരുന്നത്, അപ്പോൾ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ. അപ്പം നിങ്ങൾക്ക് 12 സിംഹാസനങ്ങൾ നൽകപ്പെടും. 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം. നാം ഇന്ന് വളരെ നോക്കിയാൽ കാണുന്ന ഒരു പ്രവണത, 2 സിംഹാസനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലിയാണ് കാണാൻ കഴിയും. ഒന്ന് പത്രോസിൻ്റെ സിംഹാസനവും ഒന്ന് തോമസിൻ്റെ സിംഹാസനവും. ബാക്കി 10 പേർക്കും സിംഹാസനം ഇല്ല, 2 പേർക്ക് സിംഹാസനവും. അതിവിടുത്തെ നാമധായ ക്രിസ്ത്യാനികൾ 2 പേർക്ക് സിംഹാസനം കൊടുക്കുകയുള്ളൂ. യേശു 12 ശിഷ്യന്മാർക്കും ഒരേപോലെ സിംഹാസനത്തിലിരിക്കുവാനുള്ള അവകാശവും അധികാരവും ഉണ്ടെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ വിധത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കെ അതിനെതിരായി വ്യാഖ്യാനിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഈ ഉപദേശങ്ങളെ വലിച്ച് ഇഴച്ചു കളയുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവർ എന്നാണ്. അങ്ങനെ ഈ കൂട്ടുചേർക്കാതെ യഥാർത്ഥമായ സത്യത്തിൻ്റെ പാത കണ്ടെത്തുവാൻ എല്ലാവരും നേരിട്ട് വേദപുസ്തകം പഠിക്കുവാൻ തന്നെ നോക്കണം. നാമധായ മാർഗങ്ങളിലുള്ള ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശങ്ങളെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ 12 സിംഹാസനവും
അധികാരവും നൽകപ്പെടുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൽ പുനർജന്മത്തിലാണ്. മനുഷ്യൻ വീണ്ടും ഭൂമിയിൽ ജനിക്കുമെന്നുള്ള കാര്യം കൂടി യേശുക്രിസ്തു ഇതിൽ ഉറപ്പ് പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തെക്കുറിച്ച് ഉള്ള വിവരണം അവസാനിപ്പിക്കും.